ഇതാണ് ഉമിയം ലേക്ക്. മേഘാലയയിലെ മെയിൻ ഒരു അട്രാക്ഷനാണ്. ഇവിടെ ബോട്ടിങ്ങും സംഭവങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് അഡ്വഞ്ചർ ആക്ടിവിറ്റിയും. പിന്നെ ഈ ഗ്രീൻ ബാക്ക്ഗ്രൗണ്ടിൽ ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. നമ്മുടെ കേരളത്തിലെ പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഫാം ലാൻഡൊക്കെ നമുക്ക് മേഘാലയയിൽ കാണാൻ പറ്റും. എലിഫൻറ്റ് ഫോൾസ് കാണാൻ നല്ല രസമാണ്. ഇത് മേഘാലയയിൽ നമ്മുടെ സ്റ്റെപ്പായിട്ട് വെള്ളം ഇങ്ങനെ ഇറങ്ങി വരുന്നതും നല്ല രസമാണ് ഇത് കാണാൻ. പക്ഷെ പോയ ടൈമിൽ വെള്ളം കുറച്ച് ചെളി പോലെയായിരുന്നു. അടുത്തുള്ള ദിവസങ്ങളിലൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ അവിടെ അത്രയ്ക്ക് വിഷ്വലാണ്ട് കിട്ടിയില്ല. പിന്നെ ഇങ്ങനെ സ്റ്റെപ്പൊക്കെ ഇറങ്ങി വന്ന് താഴേക്ക് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ പടികൾ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ മെയിൻ പോയിന്റിലേക്ക് എത്തും. ഈ നമ്മൾ വരുന്ന വഴിയിലൊക്കെ നമുക്ക് ഈ കുറേ ഈ വെള്ളച്ചാട്ടം നമുക്ക് താഴെ ഇറങ്ങി വരുന്നത് ഡീറ്റെയിൽ ആയിട്ട് കാണാം. പിന്നെ ഇവിടെ നല്ല ബ്ലൂ കളറൊക്കെ വരുമ്പോൾ നല്ല രസത്തിലൊരു ഫോട്ടോ ഒക്കെ കിട്ടും. ഇവിടെ ഈ വെള്ളത്തിൻ്റെ ഒരു ബ്ലൂയിഷ് കളറും ഒക്കെ ആകുമ്പോൾ ഇപ്പം തന്നെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ മൂന്നാറും വാഗമണ്ണൊക്കെ പോലെ തന്നെ തേയിലത്തോട്ടങ്ങൾ നമുക്ക് ഇവിടെയും കാണാൻ പറ്റും. പക്ഷെ ഇവിടുത്തെ ആൾക്കാരും അത് അവരുടെ രീതികളൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. എന്നാലും നല്ല രസമാണ് ഇതൊക്കെ കാണാൻ. മേഘാലയയുടെ വൺ ഓഫ് ദി മെയിൻ ഹൈലൈറ്റ് ഇങ്ങനെ ഡീപ്പ് ആൻഡ് ഡെപ്ത് ആയിട്ട് കിടക്കുന്ന താഴ്വരകളാണ്. നമുക്കിവിടെ നിന്ന് അതിൻ്റെ ഉള്ളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്താന്ന് പോലും മനസ്സിലാവില്ല. അത്രയ്ക്കൊരു മറ്റൊരു പച്ചപ്പ് നിറഞ്ഞ് മൂടി കിടക്കില്ലേ, ആ പച്ചപ്പിൽ തന്നെ പല പല കളറുകൾ കാണാൻ പറ്റും. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് പറഞ്ഞാൽ നമ്മൾ ഈ പാറയിടുക്കുകളുടെ ഇടയിലും അവിടെ ഇവിടെയൊക്കെ കുറേ വീടുകളും ആൾക്കാർ താമസിക്കുന്നതൊക്കെ കാണാൻ പറ്റും. പക്ഷേ ഈ ഒരു ഭംഗി ഒരു രക്ഷയില്ലാത്തതാണ്. ഈ മേഘങ്ങൾ നിൽക്കുന്നതും ഒരുപാട് ഇങ്ങനെ വാലി ആയിട്ട് ഇങ്ങനെ കുറേ ഇങ്ങനെ ഇതായി കാണുന്നതും ഒക്കെ നല്ല രസമാണ് ഇവിടെ കണ്ടുകൊണ്ട് നിൽക്കാൻ. ഇവിടുത്തെ ആൾക്കാരും അവരുടെ ജീവിതവും ഒക്കെ ഒരു വ്യത്യസ്തമാണ്. ഇതാണ് നോക്കി ലേക്ക് വാട്ടർഫോൾസ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടമാണ്. 340 മീറ്റർ ഏതാണ്ട് ഇതിന് ഹൈറ്റ് ഉണ്ട് എന്നാണ് പറയണത്. നമ്മുടെ ചിറാപൂഞ്ചി നമ്മുടെ ബ്രിട്ടീഷുകാർ പറഞ്ഞ പേരാണത്. സോറ എന്ന് പറയും ഇവിടുത്തെ മേഘാലയക്കാർ. ഇത് നല്ല രസമാണ് നോക്കി നിൽക്കാൻ. അവിടേക്ക് വരുന്ന വഴിയും കുറേ ഗ്രാമങ്ങൾ പിന്നിട്ട് കുറച്ച് ഉള്ളോട്ട് വരണം. അവിടെ കാണാൻ നല്ല രസമാണ്. നമ്മൾ ഒരുപാട് പഴയ കാലത്തോട്ട് പിറകെ പോയ പോലെ ഒരു ഫീലൊക്കെ കിട്ടും. നല്ല രസമാണ് ഇവിടുത്തെ വയലുകളതൊക്കെ കാണാൻ. പിന്നെ ചൂടായതുകൊണ്ട് അങ്ങനെ അടിപൊളിയായില്ല. പിന്നെ ഇവിടുത്തെ ഏതോ മിസ്സിങ് വാട്ടർഫോൾസ് അങ്ങനെയൊക്കെയുള്ള വാട്ടർഫോൾസാണിത്. ഇതൊക്കെ ഒഴുകി പോകുന്നത് ബംഗ്ലാദേശിലോട്ടാണ്. ഈ വാട്ടർഫോൾസൊക്കെ ദൂരെ നമ്മൾ കണ്ണെത്താ ദൂരത്ത് കിടക്കുന്നതൊക്കെ ബംഗ്ലാദേശാണ്. പിന്നെ ഈ മലയിടുക്കുകളും ഇതൊക്കെ മേഘാലയയിൽ മാത്രമേ ഇങ്ങനെയൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇത്രയും വൈഡ് ആംഗിളിൽ ഇത്രയും ഡീപ്പായിട്ട് നട്ടുച്ചയ്ക്കാണ് ഇവിടെയൊക്കെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വിസിബിലിറ്റി കുറവുണ്ട്. പക്ഷെ എന്തോ വന്ന് മൂടുന്ന പോലെ ഒരു ക്ലൈമറ്റ് പെട്ടെന്ന് വന്ന് മൂടുന്നുമുണ്ട്. നല്ല ചൂടാണ് ഈ ബോർഡർ സൈഡൊക്കെ. അടുത്ത ലൊക്കേഷൻ മേസ്മായി കേവ്സ് ആണ്. ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഗുഹകളിൽ ഒന്നാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഗുഹകളുള്ള സംസ്ഥാനം മേഘാലയയാണ്. ഇതിൻ്റെ ഒരു വിഷ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് നിന്ന് കാണാൻ തന്നെ അടിപൊളിയാണ്. ഒരു പച്ചപ്പ് കവർ ചെയ്ത് നിൽക്കുന്നൊരു ഗുഹ. ഈ കേവിന് ഏകദേശം 150 മീറ്റർ ലെങ്ത് ഉണ്ട്. നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഉള്ളിലേക്ക് ഒരുപാട് ദൂരം പോകാനുള്ള പോലെ. ഉള്ളിലേക്ക് പോയ കുറേ പേര് അതിൻ്റെ ഏതൊരു സ്റ്റേജിൽ ഉള്ളിലോട്ട് കിടക്കാൻ പറ്റാതെ പുറത്തേക്ക് തിരിച്ചു വരുന്നതൊക്കെ ആയിട്ട് കാണാം. ഉള്ളിലോട്ട് കിടക്കുമ്പോഴാണ് ഇതിൻ്റെ ശരിക്കുള്ളൊരു സംഭവം മനസ്സിലാവുക. ഈ ലൈം സ്റ്റോൺ കേവാണിത്. അതുകൊണ്ട് തന്നെ ഈ താഴേക്ക് വീഴാൻ നിൽക്കുന്ന കല്ലുകളൊക്കെ നമുക്ക് ഒരുപാട് കാണാം. ഇത് കാണുമ്പോൾ പേടിയാവുന്നുണ്ടെങ്കിലും സംഭവം സെറ്റാണ്. ഇതിങ്ങനെ നോക്കി നിൽക്കാൻ തന്നെ നല്ല ടൈം പാസ്സാണ്. ഈ ഫോസിലുകളും ഇതൊക്കെ. ഇതാണ് കുറേ പേര് ഉള്ളിലോട്ട് കയറാൻ പറ്റാതെ തിരിച്ചു വന്ന സ്ഥലം. ഇതിൻ്റെ ഉള്ളിലൂടെ കയറാനും കുറച്ച് ബുദ്ധിമുട്ടാണ് കുറച്ച് തടിയുള്ളവർക്ക്. പക്ഷെ അത് കവർ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വലിയ സീൻ ഉണ്ടാവില്ല. ഇതുപോലൊരു ഭയങ്കര ഇടുക്കാണ് ഇത്. ഈ ഏരിയയിൽ മാത്രമേ ഉള്ളൂ ഇത്രയും കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്ഥലം.
ബാക്കിയൊക്കെ കുറച്ചും കൂടി നമുക്ക് രണ്ടുപേർക്ക് നടക്കാനൊക്കെ പറ്റിയ ഏരിയ തന്നെയാണ്. ഇതിൽ ഈ കാണുന്ന ഡെപ്ത് നമ്മൾ നല്ല രീതിയിൽ നമുക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റിയ സംഭവം തന്നെ. ഇങ്ങനെയുള്ള ഓരോരോ താഴേക്ക് വീഴാൻ നിൽക്കുന്ന ലൈം സ്റ്റോണുകളും അതിൽ തൊട്ട് നോക്കാനും ഒക്കെ നല്ല രസമാണ്. അത് കൂടെ ഇങ്ങനെ നമ്മൾ നടക്കാനുള്ള വഴികളും അതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വീഴുന്നതും ഒക്കെ നല്ല ഭംഗിയാണ്. നമ്മൾ കുറച്ച് ദൂരം നമുക്ക് നീണ്ടു നിവർന്ന് നടക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ശരിക്കൊരു ഗുഹയുടെ ഒരു ഇൻറ്റൻസ് എക്സ്പീരിയൻസ് ഇതിൻ്റെ അവിടെ നിന്ന് കിട്ടും. നമ്മളിതിൻ്റെ ഉള്ളിൽ കുറച്ചങ്ങ് നടക്കുമ്പോഴേക്കും ഇത് കഴിഞ്ഞു എന്ന് വിചാരിക്കുക. പക്ഷെ പിന്നെയും ഫ്രണ്ടിലോട്ട് കുറച്ചും കൂടെ ഉണ്ട്. പിന്നെ അത് അത്രയ്ക്ക് റിസ്ക് ആയിട്ടുള്ള വഴികളല്ലെങ്കിലും പിന്നെ കുറച്ച് നമ്മൾ അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു ജേണി തന്നെയാണ് ഈ ഗുഹയുടെ ഉള്ളിൽ കൂടെ. പിന്നെ മേഘാലയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിലൊരു അഡ്വഞ്ചറാണല്ലോ. ഈ ഗുഹയും അതും ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടല്ലേ, കുറച്ച് അഡ്വഞ്ചറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ എല്ലാവരും ഇങ്ങോട്ട് വരുന്നത്. പിന്നെ ഇതൊക്കെ ഫോട്ടോ എടുക്കാനും ഒക്കെ ഒരുപാട് പേര് കാണും. അതുകൊണ്ടല്ല ഈ ഫോട്ടോ എടുക്കാനുള്ള തിരക്കാണ് ബുദ്ധിമുട്ട്. പിന്നെ ഈ ഫോസിലുകളും എല്ലാവർക്കും ഒരു കൗതുകമാണ്. ഇതൊക്കെ കണ്ടു നിൽക്കാനും ഫോട്ടോ എടുക്കാനും അതിനെ തൊട്ടു നോക്കാനും അതിൻ്റേതായ ക്രൗഡൊക്കെ ഗുഹയുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. പിന്നെ കുറച്ചങ്ങ് നമ്മൾ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ നമുക്കൊരു വെട്ടം വരുന്നത് കാണാം. നമ്മുടെ മഞ്ഞുമൽ ബോയ്സിലെ പോലെ അതിലൊരു സീനായിട്ട് നല്ലൊരു സാമ്യം നമുക്ക് തോന്നും. മേഘാലയയിലൊരു മസ്റ്റ് വിസിറ്റ് ലൊക്കേഷനാണിത്, എന്തായാലും കാണണം. അത് കഴിഞ്ഞ് മേഘാലയയിലൊരു ഗ്രാമങ്ങളും അവിടുത്തെ സൺസെറ്റും അത് കാണാൻ നല്ല ഭംഗിയാണ്. അതൊക്കെ കണ്ടിങ്ങനെ മെല്ലെ ബസ് ഇങ്ങനെ അവിടെ നിന്ന് മെല്ലെ നീങ്ങി തുടങ്ങി.